നമസ്കാരം. കേരള സംസ്ഥാനത്തെ വോട്ടർ പട്ടികയുടെ സമഗ്രമായ ശുദ്ധീകരണ പ്രക്രിയയുമായി ബന്ധപ്പെട്ട് നിലവിലെ പ്രവർത്തനങ്ങളുടെ പുരോഗതി മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ ഡോക്ടർ സഞ്ജയ് കൗൾ ബുധനാഴ്ച വൈകുന്നേരം 6 മണി വരെയുള്ള കണക്കുകൾ സഹിതം ഔദ്യോഗികമായി അറിയിക്കുകയുണ്ടായി. പുതുക്കൽ പ്രക്രിയയുടെ നിർണായകമായ ഘട്ടമായിട്ടുള്ള എന്യൂമറേഷൻ ഫോമുകളുടെ വിതരണം 90% എന്ന സുപ്രധാനമായ ലക്ഷ്യം പിന്നിട്ടതായിട്ട് അദ്ദേഹം സ്ഥിരീകരിച്ചു. ഈ ലക്ഷ്യം കൈവരിച്ചത് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ പ്രതിബദ്ധതയെയും സംസ്ഥാനത്തെ ഉദ്യോഗസ്ഥ സംവിധാനത്തിന്റെ കാര്യക്ഷമതയെയും സൂചിപ്പിക്കുന്നുവെങ്കിലും ഈ വിപുലമായിട്ടുള്ള പ്രവർത്തനങ്ങൾക്കിടയിൽ വോട്ടർമാരെ കണ്ടെത്താൻ സാധിക്കാത്ത ഫോമുകളുടെ എണ്ണം വർദ്ധിക്കുന്നത് ഒരു പ്രധാന ആശങ്കയായി നിലനിൽക്കുകയാണ്. തെരഞ്ഞെടുപ്പ് പ്രക്രിയയുടെ സുതാര്യതയും വിശ്വാസ്യതയും ഉറപ്പാക്കുന്നതിന് ഈ വെല്ലുവിളിയെ ഗൗരവമായി അഭിമുഖീകരിക്കേണ്ടത് അത് അനിവാര്യമാണ്. വോട്ടർമാരെ കണ്ടെത്താൻ സാധിക്കാത്ത ഫോമുകളുടെ എണ്ണം അത് 60,344 ഉയർന്നിട്ടുണ്ട് എന്നതാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പുറത്തുവിട്ട ശ്രദ്ധേയമായിട്ടുള്ള കണക്ക്. നിലവിലെ പുനഃപരിശോധനയ്ക്ക് വിധേയമാകുന്ന മൊത്തം വോട്ടർമാരുടെ 0.2% ഈ സംഖ്യ പ്രതിനിധീകരിക്കുന്നത്. എന്നാൽ ഈ കണക്ക് പൂർണ്ണമായിട്ടും കൃത്യമായിരിക്കാനുള്ള സാധ്യത കുറവാണ്. കാരണം എല്ലാ ബൂത്ത് ലെവൽ ഓഫീസർമാരും BLOമാരും ശേഖരിച്ച വിവരങ്ങൾ പൂർണ്ണമായി ഡിജിറ്റലൈസ് ചെയ്ത് ഓൺലൈൻ പ്ലാറ്റ്ഫോമിൽ രേഖപ്പെടുത്തിയിട്ടില്ല എന്ന യാഥാർത്ഥ്യം നിലനിൽക്കുന്നുണ്ട്. അതിനാൽ തന്നെ ഡിജിറ്റലൈസേഷൻ പ്രക്രിയ പൂർത്തിയാകുമ്പോൾ യഥാർത്ഥത്തിൽ വോട്ടർമാരെ കണ്ടെത്താൻ കഴിയാത്ത ഫോമുകളുടെ എണ്ണം നിലവിലുള്ള കണക്കുകളേക്കാൾ വളരെ കൂടുതലായിരിക്കും. ഈ കണക്ക് 1,00,000-ഓളം എത്താൻ പോലും സാധ്യതയുണ്ടെന്നാണ് മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ സൂചിപ്പിക്കുന്നത്. വോട്ടർ പട്ടികയുടെ ആധികാരികത ഉറപ്പുവരുത്തുന്നതിൽ ഈ വലിയ എണ്ണം ഒരു വെല്ലുവിളി ഉയർത്തുന്നുണ്ട്. നിലവിലെ ഈ സാഹചര്യത്തിൽ തെരഞ്ഞെടുപ്പ് പ്രക്രിയയുടെ വിശ്വാസ്യതയും സുതാര്യതയും ഉറപ്പുവരുത്തുന്നതിനായിട്ട് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ശക്തമായ നടപടികൾ കൈക്കൊണ്ടിട്ടുണ്ട്. ഫോമുകളുമായി ബന്ധപ്പെട്ട ഡാറ്റയിൽ പരമാവധി കൃത്യത ഉറപ്പുവരുത്തുന്നതിനും ഭാവിയിൽ വോട്ടർമാരിൽ നിന്നും രാഷ്ട്രീയ പാർട്ടികളിൽ നിന്നും ഉണ്ടാകാൻ സാധ്യതയുള്ള പരാതികളൊക്കെ ഒഴിവാക്കുന്നതിനുമായിട്ട് ഒരു പ്രത്യേക നിർദ്ദേശം നൽകിയിരിക്കുകയാണ്. അംഗീകൃത രാഷ്ട്രീയ പാർട്ടികൾ നാമനിർദ്ദേശം ചെയ്ത ബൂത്ത് ലെവൽ ഏജന്റുമാരുമായിട്ട് ചേർന്ന് അടിയന്തരമായി യോഗങ്ങൾ സംഘടിപ്പിക്കാൻ എല്ലാ ബൂത്ത് ലെവൽ ഓഫീസർമാർക്കും നിർദ്ദേശം നൽകിയിരിക്കുന്നു. ഈ ഏകോപനത്തിലൂടെ കണ്ടെത്താനാകാത്ത വോട്ടർമാരുടെ വിവരങ്ങളൊക്കെ തന്നെ സംബന്ധിച്ച വസ്തുതാപരമായിട്ടുള്ള പരിശോധന നടത്താനും വോട്ടർ പട്ടികയുടെ അന്തിമ രൂപം പിശകുകളില്ലാത്തതാണെന്ന് ഉറപ്പുവരുത്താനും സാധിക്കുമെന്നാണ് കമ്മീഷൻ പ്രതീക്ഷിക്കുന്നത്. അതോടൊപ്പം ഫോമുകൾ സ്വീകരിക്കുന്നതിനും ഡിജിറ്റൈസ് ചെയ്ത വിവരങ്ങൾ അത് അപ്ലോഡ് ചെയ്യുന്നതിനും വേണ്ടിയിട്ട് ബൂത്ത് ലെവൽ ഓഫീസർമാർക്ക് ആവശ്യമായ പിന്തുണ ഉറപ്പാക്കിക്കൊണ്ട് കളക്ഷൻ ഹബ്ബുകൾ കേന്ദ്രീകരിച്ചുള്ള പ്രവർത്തനങ്ങൾ സംസ്ഥാനത്തുടനീളം പുരോഗമിക്കുകയാണ്. ഈ കളക്ഷൻ ഹബ്ബുകളുടെ പ്രവർത്തനം വിലയിരുത്തുന്നതിനും ഉദ്യോഗസ്ഥർക്ക് ആവശ്യമായ മാർഗനിർദ്ദേശങ്ങളൊക്കെ തന്നെ നൽകുന്നതിനുമായിട്ട് മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ നേരിട്ട് ഇടപെടലുകൾ നടത്തുകയാണ്. അദ്ദേഹം കഴിഞ്ഞ ദിവസം തിരുവനന്തപുരം ജില്ലയിലെ നേമം, വട്ടിയൂർക്കാവ് മണ്ഡലങ്ങളിലെ ഹബ്ബുകൾ സന്ദർശിക്കുകയും പ്രവർത്തന പുരോഗതി വിലയിരുത്തുകയും ചെയ്തിട്ടുണ്ട്. തുടർ നടപടികളുടെ ഭാഗമായിട്ട് വോട്ടർ പട്ടികയുടെ ശുദ്ധീകരണ പ്രക്രിയയുടെ മേൽനോട്ടം ഉറപ്പുവരുത്തുന്നതിനായിട്ട് എല്ലാ ജില്ലകളിലെയും കളക്ഷൻ ഹബ്ബുകളുടെ പ്രവർത്തനം ജില്ലാ കളക്ടർമാർ കൃത്യമായ ഇടവേളകളിൽ വിലയിരുത്തലുകൾ നടത്തുമെന്നും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അറിയിച്ചു. വോട്ടർ പട്ടിക ശുദ്ധീകരിക്കുന്ന പ്രക്രിയയുടെ ഭാഗമായിട്ട് മരണപ്പെട്ടവരുടെയും ഇരട്ട വോട്ടുള്ളവരുടെയും പേരുകൾ നീക്കം ചെയ്യുമ്പോൾ വോട്ടുകൾ തള്ളപ്പെടുന്നതിന്റെ എണ്ണം സ്വാഭാവികമായിട്ടും വർദ്ധിക്കും. ഈ സാഹചര്യത്തിൽ കണ്ടെത്താനാകാത്ത 60,000-ലധികം വോട്ടുകൾ അല്ലെങ്കിൽ 1,00,000 വരെ വോട്ടുകൾ പോലും മൊത്തം വോട്ടർമാരുടെ എണ്ണവുമായി താരതമ്യം ചെയ്യുമ്പോൾ വലിയൊരു സംഖ്യയല്ല. എന്നാൽ ഈ പ്രക്രിയ രാഷ്ട്രീയമായ ആരോപണങ്ങൾക്കും ഭീഷണികൾക്കും ഇടയാക്കുന്നു എന്നതാണ് ഏറ്റവും ഗൗരവമായിട്ടുള്ള വിഷയം. അടുത്തിടെ ഒരു ബൂത്ത് ലെവൽ ഓഫീസറുടെ മരണവുമായി ബന്ധപ്പെട്ട് ഉയർന്നു വന്ന ഭീഷണികൾ ചില രാഷ്ട്രീയ പാർട്ടികൾ തങ്ങളുടെ താല്പര്യങ്ങൾക്കായിട്ട് ഉദ്യോഗസ്ഥരെ നിർബന്ധിച്ച് കൃത്രിമം നടത്താൻ പ്രേരിപ്പിക്കുന്നുവെന്ന ഗുരുതരമായിട്ടുള്ള ആരോപണങ്ങളിലേക്ക് പോലും കാര്യങ്ങൾ വിരൽ ചൂണ്ടുകയാണ്. കേന്ദ്രത്തിൽ BJPയും സംസ്ഥാനത്ത് CPMും പോലെയുള്ള രാഷ്ട്രീയ കക്ഷികൾ ഇത്തരം കൃത്രിമങ്ങൾക്കായിട്ട് ഉദ്യോഗസ്ഥരെ പ്രേരിപ്പിക്കുന്നുവെന്ന റിപ്പോർട്ടുകൾ ജനാധിപത്യ പ്രക്രിയയുടെ വിശ്വാസ്യതയ്ക്ക് തന്നെ കളങ്കമുണ്ടാക്കുന്നു. ഈ ശുദ്ധീകരണ പ്രക്രിയയിലൂടെ കൈവരിക്കുന്ന അന്തിമ വോട്ടർ പട്ടിക ഇരട്ട വോട്ടുകളെയും കള്ള വോട്ടുകളെയും പ്രോത്സാഹിപ്പിക്കുന്ന രാഷ്ട്രീയ ശക്തികൾക്ക് വലിയ തിരിച്ചടിയാകുമെന്നത് വ്യക്തമാണ്. എങ്കിലും ഈ പ്രക്രിയയിൽ അർഹരായ വോട്ടർമാർ ആരെങ്കിലുമൊക്കെ ഒഴിവാക്കപ്പെടുന്നുണ്ടോ എന്നതിൽ രാഷ്ട്രീയ പ്രതിപക്ഷം അതീവ ജാഗ്രത പാലിക്കേണ്ടതുണ്ട്. ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളായിട്ടുള്ള ബീഹാർ, UP എന്നിവിടങ്ങളിൽ അർഹരായവർ പോലും ഇപ്പോൾ പട്ടികയിൽ നിന്ന് ഒഴിവാക്കപ്പെട്ടതായി മുൻപ് ആരോപണങ്ങൾ ഉയർന്നിട്ടുണ്ട്. കൂടാതെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നിയോഗിച്ച ഉദ്യോഗസ്ഥരെ ഭീഷണിപ്പെടുത്തുന്നതിനും ചിലയിടങ്ങളിലൊക്കെ കൊലപ്പെടുത്തുന്നതിന് വരെ ശ്രമങ്ങൾ ഉണ്ടായി എന്ന റിപ്പോർട്ടുകൾ കേരളത്തിൽ മാത്രം കാണുന്ന ഒരു പ്രവണതയാണ്. അതിനാൽ തെരഞ്ഞെടുപ്പ് സംവിധാനത്തിനെതിരായ രാഷ്ട്രീയപരമായിട്ടുള്ള ഇടപെടലുകൾക്ക് കീഴടങ്ങാതെ ഭയമല്ല, ഉയർന്ന ജാഗ്രതയും നിരീക്ഷണവുമാണ് അനിവാര്യം. ജനാധിപത്യ പ്രക്രിയയുടെ വിശുദ്ധി നിലനിർത്താനായിട്ട് ഇത് വളരെ അത്യാവശ്യമാണ്.